ജനങ്ങൾക്ക് അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ട് വെക്കുക. ഇങ്ങനെയൊക്കെ കോമാളി വേഷം കെട്ടി നടക്കുന്ന നടന്മാരെയൊക്കെ പിടിച്ച് ഒരു ദിവസം കൊണ്ടേ വെച്ചിട്ട് അയ്യോ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നില്ല, ഞങ്ങളുടെ വോട്ട് LDF ഭിന്നിപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞു നടന്നിട്ട് വല്ല കാര്യമുണ്ട്? അതിന് വിശദീകരണം നൽകുന്ന വേളയിൽ കോമാളി എന്നൊരു പ്രയോഗം ഞാൻ നടത്തി. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിക്ക് മനോവിഷം ഉണ്ടാക്കിയതിൽ എനിക്ക് ഖേദമുണ്ട്. മോശം പറയാനല്ല. എനിക്ക് സംസ്കാരം കൂടി ഉണ്ട്, സ്വാതന്ത്ര്യം മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് ഈ സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടില്ല. എന്തായാലും രമേശ് പിഷാരടിക്ക് ഇത് ഒരു നല്ല മൈലേജ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ജയിക്കാനുള്ളൊരു സാധ്യത കൂടിയാണ് രമേശ് പിഷാരടിക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ അഭിനയ രംഗത്തൊക്കെയുള്ള ആളുകൾ തീർച്ചയായിട്ടും അവരുടെ കഴിവ് തെളിയിച്ച ഇടം തന്നെയാണ് രാഷ്ട്രീയം. ഒരുപാട് പേർ സിനിമ ഫീൽഡിൽ നിന്നുള്ളവർ രാഷ്ട്രീയത്തിലുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലാണെന്ന് തോന്നുന്നു സിനിമയിലുള്ളവർ കുറവ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിനിമയിലുള്ളവർ തന്നെയാണ് ആ ഒരു ഭരണസ്ഥിര കേന്ദ്രങ്ങളിൽ ഏറ്റവും ശക്തരായ രാഷ്ട്രീയക്കാരായിട്ട് മാറിയിരിക്കുന്നത്. അതേ ഒരു സിനിമ രാഷ്ട്രീയ സമ്പ്രദായം കേരളത്തിലേക്കും വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. BJPയുടെ പല മത്സരാർത്ഥികളും ഇത്തവണ സിനിമ നടീനടന്മാരാണ്. ബിഗ് ബോസിൽ മത്സരിച്ച റോബിനും അതേപോലെ തന്നെ അഖിൽ മാരാറും ഒക്കെ തന്നെ ഇത്തവണ മത്സരരംഗത്തുണ്ട്. കോമഡി ഷോകളിലൂടെ പ്രശസ്തനായ വ്യക്തിയാണല്ലോ പിഷാരടി. അദ്ദേഹത്തെ ഒരു കോമാളി എന്നൊക്കെ അധിക്ഷേപിക്കുന്നത് അത് വളരെ സ്റ്റാൻഡേർഡ് കുറഞ്ഞൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഏതൊരു ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജോലിയിൽ അവർ പ്രൗഡായിരിക്കും. അങ്ങനെയുള്ള ഒരവസ്ഥയെ ഒരിക്കലും നമ്മൾ അപമാനിക്കാനായിട്ട് പാടില്ല. ഈ ഒരു പരാമർശത്തിൻ്റെ പേരിൽ വലിയ രീതിയിലൊരു സപ്പോർട്ടാണ് പിഷാരടിക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. മാത്രമല്ല പിഷാരടി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് എപ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയം ഉയർത്തിക്കാട്ടുന്നത് ഒരു സ്വാതന്ത്ര്യമുള്ള, തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ഭരണരീതിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും പറയാം, തന്നെക്കാൾ മുതിർന്ന വ്യക്തിയാണ് എന്നതാണ് പിഷാരടി പറയുന്നത്. അപ്പോൾ പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, എന്നാൽ താങ്കൾക്കും ഇതേ രീതിയിൽ തിരിച്ച് മറുപടി പറഞ്ഞുകൂടെയെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, അതെന്തായാലും ഞാൻ ചെയ്യില്ല, കാരണം എനിക്ക് സംസ്കാരമുണ്ട് എന്ന്. അത് തീർച്ചയായിട്ടും ഞാനും എഗ്രി ചെയ്യാണ്. പല രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും ഈ ക്യാരക്ടർ അസാസിനേഷനും അതേപോലെ തന്നെ ഇതേപോലെ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പറച്ചിലുകളുമൊക്കെ ഇങ്ങനത്തെ സമയത്ത് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും ഇലക്ഷൻ വരുന്ന സമയത്ത് വരാറുണ്ട്. പലരും തങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറയുന്നതിന് പകരം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടുള്ള ഒരു ഇലക്ഷൻ പരിപാടികൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതത്ര രസമുള്ളതല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു പരസ്പര ബഹുമാനം എല്ലായ്പ്പോഴും കാഴ്ചവെക്കേണ്ടത് അത്യാവശ്യമാണ്. തോമസ് ഐസക്കിനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ പിഷാരടിയെ ഇത്തരത്തിൽ കോമാളി എന്നൊക്കെ വിളിച്ച് അപമാനിച്ചത് തീർച്ചയായിട്ടും പിഷാരടിക്ക് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു നല്ല പ്രചരണത്തിന്റെ തിരക്കിലായിരുന്നു. ഏകദേശം രാത്രി റൂമിലെത്തിയ ശേഷമാണ് അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ നേതാവ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്നറിഞ്ഞത്. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, എന്നേക്കാൾ മുതിർന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് അങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ അനാവശ്യമായ പരാമർശങ്ങൾ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടൊരു മറുപടി കൊടുക്കുന്നില്ല. ബഹുമാനം, സ്നേഹം മാത്രം. മാധ്യമങ്ങൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ള നിലയിൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ കോൺഗ്രസ് ഭരിച്ച ഒരു ഇന്ത്യ അത്തരത്തിലുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആരെ പറ്റിയും അങ്ങനെയൊക്കെ പരാമർശങ്ങൾ നടത്താനുള്ളൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാടാണ്. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അദ്ദേഹം അത് പറഞ്ഞോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ല. ആ സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ടല്ലോ തിരിച്ചത്തരത്തിൽ. എനിക്ക് സംസ്കാരം കൂടെ ഉണ്ട്, സ്വാതന്ത്ര്യം മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് ഈ സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടില്ല. അപ്പോൾ ഇത്രയും നാടക കലാകാരന്മാർ,